ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് സ്വിച്ചസ്. പല തരത്തിലുള്ള നെറ്റ്വർക്ക് സ്വിച്ചുകളുണ്ട്. ഈ കാണുന്നതൊക്കെ ഓരോ സ്വിച്ചുകളാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4 സ്വിച്ചുകളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് സ്വിച്ചുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാരണം ഒരുപാട് സ്വിച്ചുകളുണ്ട് നെറ്റ്വർക്കിൽ. അപ്പോൾ അതിനകത്ത് പ്രധാനമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 4 സ്വിച്ചുകളെ കുറിച്ചാണ്. അതായത് ഒന്നാമതായി വരുന്നത് അൺമാനേജ്ഡ് സ്വിച്ചുകൾ. അതായത് മാനേജർ അല്ലാത്ത അൺമാനേജ്ഡ് സ്വിച്ചുകൾ. അൺമാനേജ്ഡ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കണ്ടുവരുന്ന സ്വിച്ചുകൾ. അതായത് നമ്മൾ ജസ്റ്റ് ഒരു 2 കമ്പ്യൂട്ടറിലോട്ടൊരു കണക്ഷൻ എടുക്കാനായിട്ടും അല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലഗ് സ്വിച്ചുകളാണ്. അതായത് കോൺഫിഗറേഷൻ ഉണ്ടാവില്ല, വേറൊരു ലോഗിൻ പേജിലോട്ട് നമ്മൾ കയറേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് പ്ലഗ് ചെയ്താൽ അതിന് കണക്ഷൻ കൊടുക്കുക. അതായത് നേരെ ആ റൗട്ടറിൽ നിന്നാണ് അല്ലെങ്കിൽ മോഡത്തിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് നേരെ ആ ഒരു അൺമാനേജ്ഡ് സ്വിച്ചിലോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്വിച്ചിലോട്ട് കൊടുത്തിട്ട് നേരെ അത് കമ്പ്യൂട്ടറിലോട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോട്ടോ എന്തിലോട്ടോ കൊടുക്കുന്നത്. നോർമൽ കണക്ഷൻ പോകുന്നതിനാണ് ഒരു അൺമാനേജ്ഡ് സ്വിച്ച് എന്ന് പറയുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതും നോർമലി വീടുകളിലൊക്കെ മേടിച്ച് വെക്കുന്നതും അല്ലെങ്കിൽ ഓഫീസുകളിൽ മേടിച്ച് വെക്കുന്നതും ഈ അൺമാനേജ്ഡ് സ്വിച്ചാണ്. പിന്നെ അൺമാനേജ്ഡ് സ്വിച്ചിൽ തന്നെ എല്ലാ സ്വിച്ചിലും ഉള്ളതുപോലെ തന്നെ അൺമാനേജ്ഡ് സ്വിച്ചിലും ഈ പറഞ്ഞു നമ്മുടെ ജിഗാബിറ്റ് സ്വിച്ചുകളുണ്ട്, നോർമൽ സ്വിച്ചുകളുണ്ട്. അതായത് നോർമൽ സ്വിച്ച് മീൻസ് 100 Mbps വരെ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് 10/100 ആണ് വരുന്നത്. അത് നോർമൽ സ്പീഡാണ്. അതായത് 100 Mbps വരെ സപ്പോർട്ട് ചെയ്യുന്ന അൺമാനേജ്ഡ് സ്വിച്ചുകളാണ്, നോർമൽ സ്വിച്ചുകളാണ്. ഇത് തന്നെ ജിഗാബിറ്റ് ആണെങ്കിൽ 10 ബാർ, 100 ബാർ, 1000 എന്ന് നിങ്ങൾക്ക് അവിടെ എഴുതി കാണും. അതായത് ജിഗാബിറ്റാണ്. ജിഗാബിറ്റ് സ്പീഡ് വരെ ഈ ഒരു അൺമാനേജബിൾ സ്വിച്ചിൽ അത്തരം സ്വിച്ചുകളിൽ സപ്പോർട്ട് ചെയ്യും. അതായത് അൺമാനേജ് സ്വിച്ചിൽ തന്നെ നോർമൽ സ്വിച്ചുകളുണ്ട്. അതായത് 10 ബാർ 100 സ്വിച്ചുകളുണ്ട്, അതുപോലെ തന്നെ 10 ബാർ 1000 സ്വിച്ചുകളുണ്ട്. ഇത് നോർമലി പ്ലഗ് ആൻഡ് പ്ലേ വരുന്ന നോർമൽ സ്വിച്ചുകളാണ് അൺമാനേജ് സ്വിച്ചിൽ വരുന്നത്. രണ്ടാമത് വരുന്നതാണ് മാനേജർ സ്വിച്ച്. മാനേജർ സ്വിച്ചിലാണ് നമുക്ക് കോൺഫിഗറേഷൻസ് വരുന്നത്. അതായത് മാനേജർ സ്വിച്ചിൽ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചുകളുണ്ട്. ലെയർ 1 സ്വിച്ച്, ലെയർ 2 സ്വിച്ച്, അങ്ങനെ ഒരുപാട് സ്വിച്ചുകളുണ്ട്. നമ്മളിവിടെ ജസ്റ്റ് അത് ആ ഒരു കാറ്റഗറി മാത്രം നോക്കുന്നുള്ളൂ. അതാണ് മാനേജർ സ്വിച്ച്. മാനേജർ സ്വിച്ചിൽ എന്ന് വെച്ചാൽ നോർമലി നമുക്കത് കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും, VLAN കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനൊരു കൺസോൾ പേജ് ഉണ്ടാവും. അതായത് നമുക്ക് ആ ഒരു ലോഗിൻ പേജിൽ കയറാൻ പറ്റും, ഈ ഒരു സ്വിച്ചിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഓരോ പോർട്ടുകൾ ഡിഫറെൻറ്റ് പോർട്ടുകളൊക്കെ കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഒരു മാനേജബിൾ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൺമാനേജറും മാനേജബിൾ സ്വിച്ച് മനസ്സിലാക്കാം. മാനേജബിൾ സ്വിച്ച് നമ്മൾ നോർമൽ ഒരു ആവശ്യത്തിന് വേണ്ട, ഒരു വലിയൊരു ഓഫീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു മാനേജബിൾ സ്വിച്ചിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാനേജബിൾ സ്വിച്ച് പെട്ടെന്ന് മനസ്സിലാവും. അൺമാനേജബിൾ സ്വിച്ച് നോർമലി കാണുന്ന സ്വിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ വരുന്നതാണ് സ്മാർട്ട് സ്വിച്ച്. ഇതിനകത്ത് ആ ഒരു അതായത് ഈ മാനേജബിൾ സ്വിച്ച് എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലിയാണ്. അൺമാനേജബിൾ വളരെ എക്സ്പെൻസീവ് ആണെങ്കിൽ മാനേജബിൾ സ്വിച്ച് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സ്വിച്ചാണ്. അപ്പോൾ അതിന് ഒരുപാട് നമുക്ക് ക്യാഷ് മുടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഒരു ചെറിയൊരു എൻ്റർപ്രൈസസ് ആണെങ്കിൽ ചെറിയൊരു ഓഫീസാണ്, അവിടെ നമുക്കൊരു മാനേജബിൾ സ്വിച്ചിൻ്റെ ആവശ്യമില്ല. എന്നാൽ അത്യാവശ്യം കോൺഫിഗറേഷൻ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ മേടിക്കുന്ന ഒന്നാണ് സ്മാർട്ട് സ്വിച്ച് എന്ന് പറയുന്നത്. അത് അത്യാവശ്യം കോൺഫിഗറേഷൻസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് സബ്നെറ്റ് കോൺഫിഗറേഷൻ ഉൾപ്പെടെയുള്ള അത്യാവശ്യം കോൺഫിഗറേഷനൊക്കെ സ്മാർട്ട് സ്വിച്ചിങ്ങിലുണ്ടാവും. നമുക്ക് ഒന്നിലധികം USBs കണക്ട് ചെയ്യാം. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള വരുന്ന കുറച്ച് കോൺഫിഗറേഷൻസ് ഒക്കെ എല്ലാം ഈ സ്മാർട്ട് സ്വിച്ചിങ്ങിലുണ്ടാവും. എന്നാൽ മാനേജബിൾ സ്വിച്ച് പോലെ അത്ര വിപുലമായിട്ടുള്ളൊരു ലെയർ 1 ലെയർ 2 പോലുള്ള സ്വിച്ചുകളായിരിക്കില്ല. പക്ഷേ സ്മാർട്ട് സ്വിച്ചിൽ അത്യാവശ്യം നമുക്ക് ആ ഒരു ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്നതിനാണ് സ്മാർട്ട് സ്വിച്ച് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് PoE സ്വിച്ച്. PoE സ്വിച്ച് നമ്മൾ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഈ കാണുന്നൊരു PoE സ്വിച്ചാണ്. അതായത് ഈ കേബിളിൽ കൂടി തന്നെ ആ ഒരു കറണ്ട് കടത്തി വിടുന്ന സ്വിച്ചുകളെയാണ് PoE സ്വിച്ചുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 4 പ്രധാനപ്പെട്ട നെറ്റ്വർക്കിംഗ് സ്വിച്ചസ് എന്ന് പറയുന്നത്. നെറ്റ്വർക്കിംഗ് 4 ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിംഗ് സ്വിച്ചസ് ഇതാണ്. ഇതിൽ തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത് നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം. അതായത് മാനേജബിൾ സ്വിച്ചിൽ നോർമൽ സ്വിച്ചുകളാണ്, പക്ഷേ അൺമാനേജബിൾ സ്വിച്ച് നോർമൽ സ്വിച്ചുകൾ നമ്മളെല്ലാവരും മേടിക്കുന്ന സ്വിച്ചുകളാണ്. പക്ഷേ മാനേജബിൾ സ്വിച്ചിൽ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ലെയർ 1 സ്വിച്ച്, ലെയർ 2 സ്വിച്ച് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. നോർമലി അത് കോൺഫിഗറേഷൻ ചെയ്യാൻ തരുന്ന സ്വിച്ചുകളാണ് മാനേജർ സ്വിച്ചിൽ വരുന്നത്. സ്മാർട്ട് സ്വിച്ച് കോൺഫിഗറേഷൻ ചെയ്യാൻ തന്നെ ഉള്ള മാനേജബിൾ സ്വിച്ച് പോലെ തന്നെ സ്വിച്ചാണ്, പക്ഷേ ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറഞ്ഞ ഫംഗ്ഷൻസ് ഉള്ള ഒന്നാണ് ഈ സ്മാർട്ട് സ്വിച്ച് എന്ന് പറയുന്നത്. പിന്നെ PoE സ്വിച്ച് നോർമലി നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആ ഒരു കറണ്ട് കടത്തി വരുന്ന സ്വിച്ചുകളാണ് PoE സ്വിച്ച് എന്ന് പറയുന്നത്.